സുരേഷ് ഗോപി വന്ന് തൃശ്ശൂർ അങ്ങോട്ട് എടുത്തു. അതുപോലെ ഇപ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എടുക്കും. ബി ജെ പിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു 5-6 മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മണ്ഡലം തന്നെയാണ് പാലക്കാട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മോദി പാലക്കാട് വരുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ ബി ജെ പിയുടെ ഒരു എന്താ പറയുക ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് വികസിത പാലക്കാട്. നമുക്കറിയാം വികസിത ഇന്ത്യ, വികസിത കേരളം, അതുപോലെ വികസിത പാലക്കാട് എന്ന് പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എല്ലാ മുന്നണികൾക്കും അവിടെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ട് അവർക്ക്. അതിൽ നമുക്കറിയാം ഇപ്പോൾ കുറച്ചായിട്ട് കോൺഗ്രസ് തന്നെയാണ് അവിടെ ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇടതുപക്ഷവും അവിടെ ഒട്ടും മോശമല്ല. ബി ജെ പി അതോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ പാലക്കാട് മണ്ഡലം ശരിക്കും എടുത്തു കഴിഞ്ഞാൽ അത് രൂപീകരിച്ച അതായത് ഇത് തുടക്കം മുതൽ 1957 1960 കോൺഗ്രസ് തന്നെയായിരുന്നു അവിടെ സ്കോർ ചെയ്തത്. പിന്നീട് 67-70 ആയപ്പോൾ CPI ആയി. പിന്നെ അവിടെ മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 71 കോൺഗ്രസ്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കോൺഗ്രസ് തന്നെയാണ്. പിന്നെ 96 ആയപ്പോൾ അവിടെ CPI വന്നു. 2001 കോൺഗ്രസ്, 2006 CPM, പിന്നെ ഒരു 2011 മുതൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് തന്നെയാണ്. അത് ശരിക്കും ഒരു ഹാട്രിക്ക് നേടിയത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അതിലിപ്പോൾ നമ്മളൊരു ചരിത്രം എടുത്താൽ ഒരു 91 മുതൽ നമുക്കൊരു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കാം. 91 അന്ന് കോൺഗ്രസിന് 45% കോൺഗ്രസിന്റെ വോട്ട് ഷെയർ. CPM-ന് 41.2. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഒരു 4%. അന്ന് BJPക്ക് 11.59%. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് വേറെ മണ്ഡലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ BJPക്ക് 91 രണ്ടക്കം കിടന്നത്, ഒരു രണ്ടക്കം ഒരു 10% മുകളിലൊക്കെ വോട്ട് ഷെയർ കിട്ടുന്ന മണ്ഡലങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ പാലക്കാട് അന്ന് തന്നെ ഈ പറയുന്ന 11.59, ഏകദേശം 12% വോട്ട് വിഹിതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ 96 ആയി കഴിഞ്ഞപ്പോൾ CPM അവിടെ കയറി. അതായത് 91 ജയിച്ചിരുന്ന കോൺഗ്രസ് 2ാം സ്ഥാനത്തോട്ട് വന്നു. സെയിം സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. സിറ്റിംഗ് MLA CM സുന്ദരം വന്ന് 2ാം സ്ഥാനത്തോട്ട് വന്നപ്പോൾ CPM-ലെ TK നൗഷാദ് ആണെന്ന് അവിടെ വിജയിച്ചത്. 43.2%. അന്ന് കോൺഗ്രസിന് 42.5. ചെറിയ വ്യത്യാസത്തിൽ. ഈ ഒരു വ്യത്യാസം എവിടേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് BJPക്കാണ്. BJPക്ക് 12% കൂടുതലാണ് വോട്ട് വീതം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ വോട്ട് കുറച്ച് ഇപ്പുറത്ത് BJPയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ 2001 വീണ്ടും കോൺഗ്രസ് കയറി. K ശങ്കരനാരായണൻ അവിടെ 48.5% അവിടെ സ്കോർ ചെയ്തത്. ഭയങ്കര ഒരു ഭൂരിപക്ഷത്തിലോട്ട് പോയി. CPM-ന്റെ TK നൗഷാദ് സിറ്റിംഗ് MLA വലിയൊരു താഴ്ചയിലോട്ടാണ് പോയത്. 38.77%. അത് BJPക്കും ചെറിയൊരു താഴോട്ട് പോയി. 10.9, ഏകദേശം 11%. അപ്പൊ ശരിക്കും പറഞ്ഞാൽ BJPക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ CPM-ന്റെ വോട്ട് അവിടെ കോൺഗ്രസിലേക്കാണ് പോയത്. 2006 വന്നാൽ അവിടെ CPM ആണ് ജയിച്ചത്. KK ദിവാകരനായിരുന്നു. അദ്ദേഹത്തിന് 36.9%. കോൺഗ്രസിലെ AV ഗോപിനാഥിന് 35.76%. BJPയുടെ O രാജഗോപാല് 24.8, ഏകദേശം 25% അന്ന് O രാജഗോപാൽ. അതായത് ഈ 10ഉം 11ലും ഒക്കെ നിന്നിരുന്നത് നേരെ 24.84 2006 O രാജഗോപാൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നമ്മൾ നെടുമങ്ങാട് മണ്ഡലത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നപ്പോൾ 2%, 3%, 4% ഒക്കെ ഉണ്ടായിരുന്നത് 2016 ആണ് അന്ന് VV രാജേഷ് കൊണ്ടെത്തിച്ചത്. അതുപോലെ തന്നെ എനിക്കൊന്നും മറ്റേ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇതുപോലെ തന്നെ ഒക്കെ 2016 BJPക്ക് ഒരു ഗ്രോത്ത് വന്നത്. അത് മോദി കേന്ദ്രത്തിൽ ഭരണത്തിന് ശേഷം മോദി ഫാക്ടറി കാരണമാണ്. പക്ഷെ ഇവിടെ 2006 O രാജഗോപാൽ 24% മുകളിൽ എത്തിച്ചു എന്ന് കഴിഞ്ഞാൽ BJPക്ക് കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളെക്കാട്ടും ഒരു മേൽക്കൈയുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് അന്ന് തന്നെ. പിന്നെ 2011 എത്തിക്കപ്പോൾ ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ 91 മുതൽ 2006 വരെ കോൺഗ്രസും ഈ പറയുന്ന പോലെ തന്നെ CPM ഒക്കെ മാറി ഒക്കെ ഭരിച്ചുകൊണ്ട് എന്താ പറയുക വിജയിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2011 എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വരെ അത് കോൺഗ്രസ് തന്നെയാണ്. അത് ശരിക്കും ഒരു കാരണം ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിൽ ഒരു യുവ നേതാവായി വന്ന് എല്ലാവരുടെയും പ്രിയങ്കരനായി. എനിക്ക് തോന്നുന്നു ഒരു കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഒരു നിഷ്പക്ഷമായിട്ടുള്ള പല യൂത്തിനെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഷാഫിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഷാഫിക്ക് അന്ന് 42.41% ഷാഫിയുടെ വോട്ട് ഷെയർ.
CPM-ലെ KK ദിവാകരൻ സിറ്റിംഗ് MLA ആയിരുന്നു, അദ്ദേഹത്തിന് 35% അടുത്ത് എത്തിയിട്ടുള്ളൂ. BJPക്ക് വോട്ട് കുറഞ്ഞു, ഒരു 5%-ഓളം താഴോട്ട് പോയി, 19.5% 2011. 2016 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മോദി ഫാക്ടറിന്റെ ഒരു കാലമാണ്. ഷാഫിക്ക് വലിയ വ്യത്യാസമില്ല, 41.77. BJP 2ാം പൊസിഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് അതുവരെ 3ാം സ്ഥാനത്താണ്. 2011 വരെ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP 2016 എത്തിക്കഴിഞ്ഞപ്പോൾ അത് ശോഭാ സുരേന്ദ്രൻ 29%. എനിക്കൊന്ന് വേറെ എവിടെയെങ്കിലും അതുപോലെ ഉണ്ടോ എന്ന് എനിക്കൊന്ന് നോക്കണം. എന്തായാലും പാലക്കാട് അതൊരു വലിയൊരു ഗ്രോത്തിലേക്കാണ് കൊണ്ടുവന്നത്. CPM 28%. അതായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM-ന്റെ വോട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു BJPക്ക് വലിയൊരു ഗ്രോത്ത് ആയിരുന്നു 2016 കിട്ടിയത്. ഇത് നമ്മൾ 2021 വന്നു കഴിഞ്ഞാൽ വീണ്ടും ഷാഫി തന്നെയാണ്. ഷാഫിയുടെ വോട്ട് വീതം കുറച്ച് കുറഞ്ഞു, 38%. BJPയുടെ ശ്രീധരൻ 35.34% അതായത് നമുക്കറിയാം 2021 ആ ഒരു ഇലക്ഷൻ ടൈമൊക്കെ ഫോളോ ചെയ്തവർക്ക് കറക്റ്റായിട്ട് അറിയാം. ആ തുടക്കം വോട്ട് എണ്ണി തുടങ്ങിയ സമയത്ത് ഏകദേശം അവസാനത്തെ റൗണ്ട് ചില 3-4 ബൂത്തുകൾ എത്തുന്നവരെ ശ്രീധരൻ തന്നെയായിരുന്നു. പക്ഷെ അവസാനത്തെ കുറച്ച് ബൂത്തുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ അത് മുഴുവനും ഷാഫി സ്കോർ ചെയ്തു. അങ്ങനെ ചെറിയ ഏകദേശം 4000 വോട്ടിനോ എന്തോ ഭൂരിപക്ഷമാണ്. ഞാൻ ഇതിൽ കറക്റ്റ് വോട്ടിന് എണ്ണ കിട്ടും. എന്തായാലും പെർസെൻറ്റേജ് നോക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു 2.5% കൂടുതൽ മാത്രമേ ഷാഫിക്ക് കിട്ടിയിട്ടുള്ളൂ. BJPയുടെ ഗ്രോത്ത് അപ്പോൾ നമ്മൾ കാണേണ്ടതാണ്. കാരണം 2011 BJPക്ക് 19%, 16 28, പിന്നീട് 35 എന്നുള്ളത്. CPM-ലെ CP പ്രമോദ് അദ്ദേഹത്തിന് 25% ഉള്ളൂ. പിന്നെ 2024 നമുക്കറിയാം ബൈ ഇലക്ഷൻ വന്നു. ഷാഫി MP ആയി കഴിഞ്ഞപ്പോൾ ലോക്സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫിയുടെ തന്നെ ശിഷ്യൻ, എന്താ പറയുക, ഒരു വലങ്കയാണെന്നൊക്കെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് ഷാഫിയെക്കാട്ടും കൂടുതൽ വോട്ട് ഷെയർ ആണ് അവിടെ രാഹുൽ മാങ്കൂട്ടം, 44%. BJPയുടെ C കൃഷ്ണകുമാറിന് ഭയങ്കര കുറവായിരുന്നു, 28% അതായത് ശ്രീധരൻ 35% പിടിച്ചപ്പോൾ അവിടെ C കൃഷ്ണകുമാർ 28%-ത്തോട്ടെത്തി. അന്ന് LDF-ലെ സരിൻ, അതുവരെ കോൺഗ്രസ്സുകാരനായിരുന്ന സരിൻ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സരിന് കിട്ടിയത് 25%. ശരിക്കും നോക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പ് 2021 CP പ്രമോദും പിടിച്ച അത്രക്ക് തന്നെ, അതായത് വലിയൊരു താഴോട്ടും പോയിട്ടില്ല, എന്നാൽ വലിയൊരു ഗ്രോത്തും സരിൻ കാരണം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു ഗ്രോത്ത് സരിന് കൊണ്ടുവരാത്തതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം പാലക്കാട് സരിനെ CPM നിർത്താതിരുന്നത്. എന്തായാലും ഇപ്പോൾ 2026 എന്ന് പറയുന്നതിലെ മെയിൻ സ്ഥാനാർത്ഥികൾ BJPയുടെ ശോഭാ സുരേന്ദ്രൻ, കോൺഗ്രസ്സിൽ രമേശ് പിഷാരടി, LDF-ൽ NMR റസാഖ്, ഇത്രയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആം ആദ്മി പാർട്ടിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതായത് ഷാഫിയുടെ ഒരു ഏരിയ തന്നെയാണ് നമുക്കറിയാം. അപ്പോൾ ഷാഫിയുടെ ഒരു ഫാക്ടർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനും ആ ഒരു വോട്ട് കിട്ടിയത്. ഷാഫിയുടെ ഒരു ആരാധകർന്നോ ഷാഫിനെ വോട്ട് ചെയ്യുന്നവർക്കൊക്കെ മാങ്കൂട്ടത്തിലും വോട്ട് ചെയ്തിട്ടുണ്ട്. BJPയെ ശരിക്ക് കോൺഗ്രസ് പേടിക്കേണ്ടത് തന്നെയാണ്. ഈ കൃഷ്ണകുമാറിന്റെ ഒരു വോട്ട് ഷെയർ കുറഞ്ഞതിൽ പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന്, കൃഷ്ണകുമാറിന്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് ആ പാർട്ടിക്കകത്ത് തന്നെ BJPയുടെ അവിടുത്തെ ഒക്കെ ആ ഒരു ജില്ലയിൽ തന്നെ പലവർക്കും BJP നേതാക്കൾക്ക് എന്താ പറയുക, അല്ലെങ്കിൽ പ്രവർത്തകർക്കൊന്നും കൃഷ്ണകുമാറിന്റെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരെ വോട്ട് മറച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് പിന്നെ ഡീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ് പറയുന്നത് പാലക്കാട് LDF-ഉം BJP-യും ഡീലാണ്. അതിനാണ് NMR റസാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നിർത്തിയത്. കാരണം VD സതീശൻ വരെ പറഞ്ഞത് നമ്മൾ കേട്ടു. അവിടെ NMR റസാഖിനെ നിർത്തി, വേറെ ആരെങ്കിലും നിർത്താമായിരുന്നില്ല. അതെന്തിനു നിർത്തി? BJPക്ക് ജയിക്കാൻ വേണ്ടി, ഞങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു 2 വെർഷൻ പറയുന്നുണ്ട്. ഒന്ന്, ഒരു കോൺഗ്രസ് അനുകൂലികൾ പറയുന്നത് NMR റസാഖിനെ പോലെ വളരെ വീക്കായിട്ടുള്ള കാൻഡിഡേറ്റിനെ നിർത്തി കഴിഞ്ഞാൽ അത് CPM-ന് വോട്ട് കിട്ടില്ല, അപ്പോൾ BJP ജയിപ്പിക്കാൻ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പുറത്ത് BJP ഒരു ആയുധമാക്കിയിട്ടൊക്കെ എടുത്തിരിക്കുന്ന BJP അനുകൂലികളുടെ ഒക്കെ പല പോസ്റ്റുകളും ഞാൻ കണ്ടു. കാരണം NMR റസാഖ് ഒരു മുസ്ലിമാണ്. അപ്പം മുസ്ലിം വോട്ടാണ് ഷാഫിക്കൊക്കെ കിട്ടി, ഷാഫി ഭൂരിപക്ഷത്തിലോട്ട് കയറി. ശ്രീധരനെ തോപ്പിച്ചത് മുസ്ലിം വോട്ട്, ആ ഒരു ഏരിയയിലാണ് ഷാഫി തോപ്പിച്ചത്. അപ്പൊ NMR റസാഖിന് മുസ്ലിം വോട്ടുകൾ കിട്ടും അതിനുവേണ്ടി. അപ്പോൾ പ്രത്യേകിച്ച് SDPയുടെ വോട്ടുകളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ VD സതീശൻ പറയാതെ തന്നെ സമ്മതിക്കുകയാണോ കോൺഗ്രസ് ജയിക്കുന്നത് SDPയുടെ വോട്ട്, അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ചില മുസ്ലിം വോട്ടുകൾ വെച്ചിട്ടാണോ ഷാഫി ജയിച്ചത് എന്നുള്ളത് VD സതീശൻ പറയാതെ പറയുകയാണോ എന്നും ഒരു VD സതീശനെതിരെയുള്ള ചർച്ചകളുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അകത്തും അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. കാരണം ഷാഫിയും മാങ്കൂട്ടത്തിലൊക്കെ
കോൺഗ്രസിൽ പ്രവർത്തിച്ച് വന്നിരുന്നവരാണ്. അവർക്ക് സീറ്റ് കൊടുക്കാൻ അവർ അർഹരാണ്. ഇപ്പുറത്ത് ഇന്നലെ വരെ സിനിമയൊക്കെ ചെയ്ത് നടന്നിരുന്ന രമേശ് പിഷാരടിക്ക് എന്ത് അർഹതയാണുള്ളത് കോൺഗ്രസിന് അവിടെ വോട്ട് എന്താ പറയുക സീറ്റ് കൊടുക്കാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ NMR റസാക്ക് പേയ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ NMR റസാക്കും രമേശ് പിഷാരടിയും അവരവരുടെ പാർട്ടിക്കകത്ത് തന്നെ അവരെ ഇഷ്ടപ്പെടാത്തവർ ഉണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ശോഭാ സുരേന്ദ്രൻ അത് വെച്ച് നോക്കുമ്പോൾ BJPയുടെ എന്താ പറയുക BJPയിൽ തന്നെ പ്രവർത്തിച്ച് ഇതിനു മുമ്പും പാലക്കാട് തന്റെ കരുത്ത് തെളിയിച്ച, പാലക്കാട് മാത്രമല്ല അവരെ എവിടേക്ക് നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവർ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. അവർ വോട്ട് വീതം കൂട്ടിയിട്ടുണ്ട്. ഇവിടെ BJPയിൽ ഇന്നുള്ള നേതൃത്വത്തിൽ ഒരുപക്ഷെ പലവരെക്കാട്ടും സീനിയറാണ് ഇന്നൊരു എന്താ പറയുക നേതൃത്വ നിരയിൽ വരെ ഭാവിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന നിർത്താൻ പറ്റിയ ഒരു സ്ത്രീ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് ഇപ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്ന് വലിയൊരു പ്രതീക്ഷ ഒരു വിഭാഗത്തിനുണ്ട്. ഒരുപക്ഷെ മോദിക്കും അല്ലെങ്കിൽ കേന്ദ്രത്തിനും ഒക്കെ അതൊരു പ്രതീക്ഷ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും വികസിത പാലക്കാട് എന്നും പറഞ്ഞ് അവർ കേന്ദ്രം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ തൃശ്ശൂര് സുരേഷ് ഗോപിനെ മുന്നിൽ നിർത്തി എങ്ങനെയാണോ മോദി ഫാക്ടർ ഒരു ശ്രമം നടത്തിയത്, അത് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് മാത്രമല്ല വേറെ നേമവും അതുപോലെ തന്നെ തൃശ്ശൂരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് ഒരു ഫാക്ടർ. ഇപ്പോൾ രമേശ് പിഷാരടി അവിടെ എന്താ പറയുക പിഷാരടി വെറും കോമാളിയാണ് എന്നൊക്കെ അപ്പുറത്ത് CPM-കാരൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മാപ്പുറം നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ എന്തു ആയിക്കോട്ടെ. ഇനി അഥവാ ഇതൊക്കെ തകിടം മറിച്ച് രമേശ് പിഷാരടി അവിടെ ജയിച്ചാൽ കോൺഗ്രസിന് വീണ്ടും അവിടെ എന്താ പറയുക കോൺഗ്രസിന്റെ തന്നെ ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് വീണ്ടും ഉറപ്പിക്കാൻ പറ്റും. അത് വലിയൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. ഇനി അഥവാ നാളെ UDF ഭരണത്തിൽ വരികയാണെങ്കിൽ, അതായത് പ്രാവശ്യം ഭൂരിപക്ഷം കിട്ടി UDF ആണ് വരണമെങ്കിൽ രമേശ് പിഷാരടിക്ക് അതൊരു വലിയ ഒരു കാര്യം തന്നെയായിരിക്കും. രമേശ് പിഷാരടി മന്ത്രിയാക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ഇതിനു മുമ്പ് നമുക്കറിയാം ധർമ്മജൻ ബോൾഗാട്ടി, രമേശ് പിഷാരടിയുടെ സുഹൃത്ത് ധർമ്മജൻ ബോൾഗാട്ടി ബാലുശ്ശേരിയിൽ നിന്നിട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സച്ചിൻ ദേവിനായിട്ടാണ് മത്സരിച്ചിരുന്നത്. പക്ഷെ അതുപോലെ ദയനീയ പരാജയമൊന്നും പിഷാരടിക്കില്ല. ഐതർ പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും. ഇനി അഥവാ തോൽക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു വ്യത്യാസത്തിലേ തോക്കുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പാലക്കാട് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് നമുക്ക് കമന്റ് ചെയ്യുക.